ഹായ് നമസ്കാരം, ഷെബീസ് ക്രീമിന് സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ എല്ലാവർക്കും ആദ്യമായിട്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ. കഴിഞ്ഞ കൊല്ലം വാലന്റൈൻസ് ഡേക്ക് ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇക്കൊല്ലം അതിൽ നിന്ന് ഒരു ചെറിയ വേരിയേഷൻ എഗ്ലെസ് റെഡ് വെൽവെറ്റ് മിനി കപ്പ് കേക്ക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള റെസിപ്പി ചെയ്യാനായിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ എഗ്ലെസ് കപ്പ് കേക്ക് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അത് റെഡ് വെൽവെറ്റ് കേക്കിന്റെ കൂടെ ചെയ്ത ഫ്രോസ്റ്റിംഗിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ക്രീം ചീസ് വെച്ചിട്ടുള്ള ഫ്രോസ്റ്റിംഗ് തന്നെയാണ്, പക്ഷെ ബട്ടറൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് സമയത്തിൽ തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് കപ്പ് കേക്ക് റെഡിയാക്കാം. ഈ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ എഴുതിയായിരിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റെഡ് വെൽവെറ്റ് മിനി കപ്പ് കേക്ക് റെഡിയാക്കുന്നത്. ഇത്രയാണ് എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് വേണം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ബട്ടർ മിൽക്ക്, ഇത് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ കൊക്കോ പൗഡർ, ഓയില്, ഇത് നിങ്ങൾക്ക് എന്ത് മണമില്ലാത്ത റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ വേണം, കുറച്ച് വിനാഗിരി വേണം, ഉപ്പ്, ഒരല്പം വെനില എസൻസ്. പിന്നെ ഇത് റെഡ് കേക്ക് ആയതുകൊണ്ട് റെഡ് കളറും വേണം. ഇത്രയാണ് കേക്കിന്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത്രയാണ് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ക്രീം ചീസ് തന്നെയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആണ്. പിന്നെ ഐസിങ് ഷുഗർ, കുറച്ച് വെനില എസൻസ്. അപ്പൊ പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എഗ്ലെസ് റെഡ് വെൽവെറ്റ് മിനി കപ്പ് കേക്ക്സ് റെഡിയാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ബേക്കിംഗ് സോഡ ഒഴികെയുള്ള ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ പോവാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. അത് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇട്ടാലും മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ഉപ്പും കൊക്കോ പൗഡറും ഒക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാനാണ് പോകുന്നത്. ഇത് 200 ml കണ്ടൻസ്ഡ് മിൽക്കാണ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ മിൽക്ക്. ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാല് കട്ടിയുള്ള തൈരില് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ തൈരില്ല എങ്കിൽ പാലില് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് 1/4 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ഓയില്. നിങ്ങൾക്ക് എന്ത് റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം, മണമില്ലാത്ത എന്ത് ഓയിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ്. ഞാനിതൊന്ന് ഒരു ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക, അത്രയും വേണ്ടുള്ളൂ. കാരണം ഓയിലും ബട്ടർ മിൽക്കും എല്ലാം കൂടെ ഇങ്ങനെ വേറിട്ട് കിടക്കാൻ പാടില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് കളർ ചേർക്കാൻ പോകണം. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ റെഡ് കളർ വേണം. നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ത് തരം കളറാണ് അതിനനുസരിച്ചിട്ട് അതിന്റെ ക്വാണ്ടിറ്റി ചേർക്കാം. ലിക്വിഡ് കളറൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ചേർക്കേണ്ടി വരും. ജെല്ലാണെങ്കിൽ കുറച്ച് കുറഞ്ഞു ചേർത്താൽ മതി. ഞാനിപ്പോ ജെൽ കളറാണ് ചേർക്കുന്നത്. ഇത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം.
ഇപ്പോൾ ഇതിലേക്ക് കളറും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്റർ യൂസ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരു സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും ബീറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബീറ്റർ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. വല്ലാതെ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട. ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക, അത്രയും വേണ്ടുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ബീറ്റർ മാറ്റി വെക്കാൻ പോകണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയുമാണ്. അപ്പം അതിന് മുൻപായിട്ട് നിങ്ങൾ അവൻ പ്രീഹീറ്റ് ചെയ്യാനിടുക. അവൻ 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മിനി കപ്പ് കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിനി കപ്പ് കേക്ക്സിന്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈനർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് 24 കപ്പിന്റെ ട്രേ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്കുള്ള ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബേക്കിംഗ് ട്രേയും അതുപോലെ തന്നെ അവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അവസാനത്തെ ഇത് മിക്സ് ചെയ്യുക. ഇത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് അപ്പം തന്നെ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ പതച്ചു പൊന്തും അപ്പം തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സ്പൂണിൽ ഫില്ല് ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ പോവും എന്ന് പേടിയുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്താലും മതി. ഇതുപോലെ ഈ ബേക്കിംഗ് ട്രേ മൊത്തത്തിൽ ഫില്ല് ചെയ്തതിനു ശേഷം തിരിച്ചു വരാം. ഇപ്പം ഞാനിത് എല്ലാത്തിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹാർഡ് സർഫസിൽ വെച്ചിട്ട് ഒരു 2-3 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇത് മിനി കപ്പ് കേക്ക് ആയതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് എടുക്കുള്ളൂ ഇത് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു 8-9 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് ക്ലീൻ ആയിട്ട് വരുമ്പോൾ ബേക്കിംഗ് നിർത്താം. അപ്പം ഇത് ബേക്ക് ചെയ്തതിനു ശേഷം തിരിച്ചു വരാം. ഇപ്പൊ ഇത് ബേക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഒരു 12 മിനിറ്റ് എടുത്തു ബേക്ക് ആവാനായിട്ട്. അത് നിങ്ങളുടെ അവന്റെ ചൂടനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പൊ നിങ്ങളൊരു 8-9 മിനിറ്റ് കഴിയുമ്പോൾ നോക്കി തുടങ്ങണം. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് വരുമ്പോൾ ബേക്കിംഗ് നിർത്തണം. ഇനി ഇത് ഒരു വയർ റാക്കിൽ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തലേദിവസം തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ പിറ്റേന്ന് എടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. നിങ്ങൾ ബേക്ക് ചെയ്തതിന് ശേഷം ഒരു വയർ റാക്കിൽ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ നമുക്ക് ക്രീം ചീസ് ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ക്രീം ചീസാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് സോഫ്റ്റായ ക്രീം ചീസാണ് യൂസ് ചെയ്യേണ്ടത്. അതൊരു ഹാൻഡ് ബീറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ക്രീം ചീസ് എടുത്തതിന്റെ പകുതിയാണ് ബട്ടർ ചേർത്തിരിക്കുന്നത്. ഇതും റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഇതും ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് കമ്പൈനായിട്ട് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ അത്രയും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർക്കുന്നുണ്ട്. അതും ഇതിന്റെ കൂടെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഐസിങ് ഷുഗർ ആണ്. ഐസിങ് ഷുഗർ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അത് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മൊത്തത്തിൽ ഒരു 200 ഗ്രാം ഐസിങ് ഷുഗർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുഴുവൻ ഐസിങ് ഷുഗർ ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട. കുറച്ചായി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഐസിങ് ബാഗിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. ഒരു ടിപ്പ് ഇട്ടിട്ട്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ടിപ്പ് യൂസ് ചെയ്യാം. ഇനി ഒരു കപ്പ് കേക്ക് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഹാർട്ടിന്റെ ഷേപ്പുള്ള ഡെക്കറേറ്റീവ് ഐറ്റം മേടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം ഇതാ ഞാൻ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ കഴിവ് പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ എഴുതിയായിരിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.